ബിഗ് ബോസ് മലയാളം സീസൺ 4-ന് ശേഷം മറ്റൊരു മത്സരാർത്ഥിക്കും ലഭിക്കാത്ത മൈലേജ് നേടിയെടുത്ത താരമാണ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ. ഷോ അവസാനിച്ചതിന് ശേഷവും റോബിന്റെ പേരും വിശേഷങ്ങളും മുഴങ്ങി കേട്ടുകൊണ്ടേയിരുന്നു. എന്നാൽ ഇപ്പോൾ കുറച്ചു കാലമായി സോഷ്യൽ മീഡിയയിൽ റോബിൻ കാര്യമായ അപ്ഡേഷനുകളൊന്നും നടത്തിയിരുന്നില്ല. തന്റെയും ഭാവി വധു ആരതിപ്പൊടിയുടെയും കുറെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുകയാണിപ്പോൾ രണ്ടുപേരും. യൂട്യൂബ് വീഡിയോകളിലൂടെ ഇനി ഞങ്ങളുടെ വിശേഷങ്ങൾ എല്ലാം നിങ്ങളോട് പങ്കുവെക്കുമെന്നും, കുറച്ചു കാലം മാറി നിന്നപ്പോൾ റോബിൻ ചേട്ടന് എന്ത് പറ്റി എന്ന് ചോദിച്ച് ഇഷ്ടപ്പെടുന്നവർ മെസ്സേജുകൾ അയച്ചിരുന്നു എന്നും വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഇനി വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാമെന്ന് കരുതി എന്ന് ആരതിപ്പൊടി വീഡിയോയിൽ പറയുന്നു. ഏറ്റവും ആദ്യത്തെ വിശേഷം റോബിന് നടക്കാൻ പോകുന്ന സർജറിയെ കുറിച്ചാണ്. മൂക്കിൽ ദശ വളരുന്നതിനാൽ ഉടനെ ഒരു സർജറി അത്യാവശ്യമായി വന്നിരിക്കുകയാണ്. വരുന്ന നവംബർ 22-നാണ് സർജറി. ഈ പ്രശ്നം കാരണം ശ്വാസ സംബന്ധമായ അസുഖങ്ങളൊക്കെ നേരിട്ടിരുന്നു. ഇനി ആരോഗ്യത്തിൽ കുറച്ചധികം ശ്രദ്ധിക്കണം. ശരീരം വളരെ വീക്കാണ്. തടിയൊക്കെ ഒന്ന് കുറയ്ക്കണം, സെറ്റ് ആവണം എന്ന് റോബിൻ രാധാകൃഷ്ണൻ മീഡിയയിലൂടെ പറയുന്നുണ്ട്. അതല്ലാതെ രണ്ടുപേരുടെയും ചില ബിസിനസ് പ്ലാനുകളും പങ്കുവെക്കുന്നുണ്ട്. ഒരു കഫേ ആരംഭിക്കുന്ന പ്ലാനാണ് ആദ്യത്തേത്. പണ്ട് മുതലേ ബിസിനസിനോടും അതിനുവേണ്ടി ഓരോ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നതിനോടും എല്ലാം ആരതിക്ക് വലിയ താല്പര്യമായിരുന്നു. പൊടി എന്ന പേരിലുള്ള ബോട്ടിക് ആയിരുന്നു സ്വപ്നം. അതിനോട് ചേർന്നൊരു കഫേ വേണം എന്നും ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അതിന് പറ്റിയ ഒരു സ്പേസ് അപ്പോൾ കിട്ടിയില്ല. ഇപ്പോൾ അത് നടത്താനായി ആഗ്രഹിക്കുന്നു. കൊച്ചിയിൽ തന്നെ അതിനുള്ള കാര്യങ്ങൾ ഓരോന്ന് നടത്തി വരികയാണ്. അതിനൊപ്പം റോബിൻ ഒരു ക്ലിനിക്ക് ആരംഭിക്കാനും പ്ലാൻ ഉണ്ട്. കോസ്റ്റമറ്റോളജി ഡെർമറ്റോളജി ക്ലിനിക്ക് ആണ് കൊച്ചിയിൽ ആരംഭിക്കാനിരിക്കുന്നത്. അതിന്റെ കുറെ ഐഡിയാസ് പ്ലാൻ ചെയ്തു കഴിഞ്ഞു. ഇനി കൊച്ചിയിൽ പറ്റിയ ഒരു സ്പേസ് കണ്ടെത്തണം, ലൈസൻസ് എടുക്കണം, അങ്ങനെ പല കാര്യങ്ങളും നടക്കാനിരിക്കുന്നു. ഇനി അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും എന്ന് റോബിനും ആരതിപ്പൊടിയും ആരാധകരോടായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ 8-10 ദിവസമായി റോബിനും ആരതിപ്പൊടിയും ഡെയിലി വീഡിയോസ് എല്ലാം തങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചെയ്യുന്നുണ്ട്.